കൊറോണയ്ക്ക് ഫുട്ബോളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റെ മോനെ, റയൽ മാഡ്രിഡിന്റെ ഒരു അവസ്ഥയെ അടച്ചിട്ട് ബെർണാബോവിൽ റയൽ മാഡ്രിഡിനെ കൊലവിളിച്ചിരിക്കുകയാണ് ഗണ്ണേഴ്സിന്റെ പിള്ളേർ. റിമൻഡാഡ നടക്കും. റിമൻഡാഡ കളത്തിന് പുറത്ത് എന്തൊക്കെയായിരുന്നു വീരവാദങ്ങൾ. ആ ഒരു ടീം പ്ലേ റയൽ മാഡ്രിഡ് അടുക്കൽ നിന്നും ഇത്രയും ഈ വായി തുറന്നുള്ള ഈ തള്ള് നിർത്തിയിട്ട് ആ ഒരു കളിയിൽ അത് കാണിക്കാമായിരുന്നു. ഇന്നലത്തെ കളിയിൽ ഒന്നും കാണിക്കാമായിരുന്നു എന്ന് റയൽ മാഡ്രിഡ് ആ ഫസ്റ്റ് ഹാഫിൽ കണ്ടവർക്ക് ഒരു തോന്നിപ്പോയി കാണും. കാരണം ഫസ്റ്റ് ഹാഫിൽ ആ കൂടി 5 ഷോട്ടുകളാണ് റയൽ മാഡ്രിഡ് അടിച്ചിട്ടുള്ളത്. ഈ നിറഞ്ഞ കാണികൾക്ക് മുന്നിൽ റയൽ മാഡ്രിഡ് തിരിച്ചു വരവ് പ്രതീക്ഷിച്ചിരുന്ന ആ കാണികൾക്ക് മുന്നിൽ ഇങ്ങനെ ഒരു മോശപ്പെട്ട കളി റയൽ മാഡ്രിഡിന്റെ പ്ലേയേഴ്സിന് എടുക്കുന്നത് കാണുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. കാരണം ചാമ്പ്യൻ ലീഗ് പോലും നോക്കൌട്ട് സ്റ്റേജിൽ ഇരു പാദങ്ങളിലുമായിട്ടാണ് റയൽ മാഡ്രിഡ് തോക്കുന്നത്. ഇപ്പൊ കുറച്ച് വർഷങ്ങൾക്ക് ശേഷമാണെന്ന് തോന്നുന്നു റയൽ മാഡ്രിഡ് നോക്കൌട്ട് സ്റ്റേജിൽ 2 പാദ മത്സരങ്ങളും തോൽക്കുന്നത്. എന്തായാലും ഒരു വമ്പൻ തോൽവി തന്നെയാണ് റയൽ മാഡ്രിഡിനെ അപേക്ഷിച്ച് വമ്പൻ തോൽവി തന്നെയാണ് ഇന്നലെ ഏറ്റുവാങ്ങിയിരിക്കുന്നത്. 5-1 എന്ന അഗ്രഗേറ്റിലാണ് റയൽ മാഡ്രിഡ് തോറ്റിരിക്കുന്നത്. റയൽ മാഡ്രിഡ് കളി മറന്ന് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കളി കളിക്കുമ്പോൾ എന്നാൽ തിരിച്ച ആർസണൽ ഒരു ടീം പ്ലേയിലൂടെയാണ് വിജയിച്ചിരിക്കുന്നത്. എനിക്ക് ഇന്നലത്തെ കളിയിൽ അതാണ് തോന്നിയത്. കാരണം കളി തുടങ്ങി ആ ഫസ്റ്റിലെ ഒരു 2ാമത്തെ മിനിറ്റിലാണ് തോന്നുന്നു ആ ആർസണൽ റയൽ മാഡ്രിഡ് ആ ഒരു അറ്റാക്ക് ലെഫ്റ്റ് വിങ് ആ വിനീഷ്യസിന്റെ ഒരു അറ്റാക്ക് ഫസ്റ്റിലെ ആ ഒരു ഇൻസിഡന്റ് കണ്ടപ്പോഴേ ഞാൻ വിചാരിച്ചു ഇതിപ്പം മൊത്തത്തിൽ അങ്ങ് തേഞ്ഞു തള്ളുന്ന ഒരു സീനിലേക്കാണ് ഇത് പോകുന്നതെന്ന് എനിക്ക് മനസ്സിലായി. കാരണം വിനീഷ്യസ് ആ ഒരു മൊമെന്റിൽ ഞാൻ പലതവണ എൻ്റെ 2-3 വീഡിയോയ്ക്ക് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം വിനീഷ്യസിന്റെ ആ ഒരു പ്രകടനം ഇപ്പൊ റയൽ മാഡ്രിഡിൽ ആരാണ് മികച്ചവനെന്ന് കാണിക്കുന്ന രീതിക്കുള്ള ഒരു പ്രകടനമാണ് വിനീഷ്യസിന്റെ അടുക്കിൽ നിന്ന് എനിക്ക് എൻ്റെ ഒരു അഭിപ്രായത്തിൽ കാണാൻ സാധിക്കുന്നത്. കാരണം ആ ഒരു മൊമെന്റത്തിലുള്ള ആ വിനീഷ്യസിന്റെ ആ ഒരു നീക്കം അത് ഫസ്റ്റിലെ ആദ്യമേ തന്നെ ഒരു നല്ലൊരു ക്രോസ് നൽകാമായിരുന്നു. പക്ഷെ അദ്ദേഹം വെയിറ്റ് ചെയ്യിപ്പിച്ചാണ് ആ ഒരു ബോള് പാസ് ചെയ്തത്. ആ സമയത്ത് എംബാപ്പെ ഓഫ് സൈഡ് ട്രാപ്പിലുണ്ടായിരുന്നു. ആ എംബാപ്പെ ഒരു ചെസ്റ്റിൽ ഗോൾ വരുന്നുണ്ട്, ഒരു ഗോളിന്റെ ആ നിമിഷം വരുന്നുണ്ട്. പക്ഷെ അത് അവിടെ ഓഫ് സൈഡ് വരികയാണ് ചെയ്തത്. ആ ഒരു ഫസ്റ്റത്തെ ആ ഒരു ഇൻസിഡന്റ് കണ്ടപ്പോൾ തന്നെ ഇന്നത്തോടെ കളിയിൽ ഒരു തീരുമാനം എനിക്ക് ആ ഒരു മൊമെന്റ് കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി. പിന്നെ അതിനുശേഷം ഞാൻ ഉദ്ദേശിച്ച പോലെ തന്നെയാണ് കളി അങ്ങ് പോയത്. കാരണം ഫസ്റ്റ് ഹാഫിൽ കൂടി 5 ഷോട്ട് മാത്രമേ റയൽ മാഡ്രിഡിനെ കൊണ്ട് അടിക്കാൻ സാധിച്ചിട്ടുള്ളൂ. നോക്കുകയാണെങ്കിൽ അർട്ടേറ്റയുടെ ഒരു ട്രസ്റ്റ് പ്രോസസ് അത് കുറച്ച് മുമ്പത്തെ കളിയിൽ നമ്മൾ കാണാൻ സാധിച്ചിട്ടില്ല. പക്ഷെ എന്തായാലും ഈ റയൽ മാഡ്രിഡിനെതിരെയുള്ള ഈ 2 ലെഗ് മത്സരങ്ങളിൽ നിന്നും എന്തായാലും അവരിപ്പോൾ സെമിയിൽ കടന്നിരിക്കണം. അപ്പൊ അർട്ടേറ്റയുടെ ആ ഒരു ബ്രെയിൻ വർക്ക്, അർട്ടേറ്റയുടെ ആ കളിയുടെ ആ ഒരു ടാക്ടിക്സ് എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ടീം നോക്കുകയാണെങ്കിൽ ലൈനപ്പ് നോക്കുകയാണെങ്കിൽ ഇന്നലെ റയൽ മാഡ്രിഡിന് വേണ്ടി കൊർട്ടോവാണ് ഇന്നലെ ഗോൾ കീപ്പറായിട്ടുണ്ടായിരുന്നത്. ഡിഫൻഡറായിട്ട് വാസ്കസും അസൻസിയയും റൂഡിഗറും അതുപോലെ തന്നെ അലാബയുമായിരുന്നു. അപ്പോൾ മിഡ്ഫീൽഡ് നോക്കുകയാണെങ്കിൽ ഇന്നലെ വാൽവേർഡെയും ബെല്ലിംഗാമും ചൗമേനിയുമായിരുന്നു മിഡ്ഫീൽഡ് ഉണ്ടായിരുന്നു. അറ്റാക്കേഴ്സ് ആയിട്ട് വിനീഷ്യസ്, എംബാപ്പെ, റോഡിഗ്രൊക്കെ ഇന്നലെ തപ്പി നോക്കുകയാണെങ്കിൽ ഇന്നലെ ലൂയിസ് കല്ലിന്റെ പോക്കറ്റിൽ പോയി കാണാൻ പറ്റില്ല. റോഡിഗ്രോ ഇന്നലെ കളിയിലേക്ക് കാണാൻ കുറച്ച് ക്രോസിൽ എന്തിനു വേണ്ടിയാണ് ഈ ക്രോസിൽ നൽകുന്നതാണ് എനിക്ക് ഇപ്പോഴും മനസ്സിലാവാത്തത്. അലാബായിരുന്നാലും ഇപ്പം വിനീഷ്യസ് ആയിരുന്നാലും അതുപോലെ തന്നെ റോഡിഗ്രോ ആയിരുന്നാലും വാസ്കസ് ആയിരുന്നാലും എന്തൊക്കെ കുറെ ക്രോസുകൾ ഇങ്ങോട്ട് നടക്കുന്നു. പക്ഷെ ക്രോസിനെ സ്വീകരിക്കാൻ അവിടെ ഒരു സെന്റർ ഫോർവേഡ് അല്ലെങ്കിൽ ഒരു ക്രോസിനെ സ്വീകരിക്കാൻ വേണ്ടി ഒരു പ്ലേയേഴ്സിനെ അവിടെ കാണുന്നില്ല. എംബാപ്പയെ കൊണ്ട് ഇന്നലെ ഒരു ക്രോസ് അറ്റംപ്റ്റ് ചെയ്തോന്ന് പോലും എനിക്ക് തോന്നുന്നില്ല. കാരണം എംബാപ്പയ്ക്ക് വെറും സൈലന്റ് ആയിരുന്നു. ഇന്നലെ റോഡിഗ്രോ മൊത്തത്തിൽ ഇന്നലെ കളിയിലേ ഇല്ലായിരുന്നു. ഫസ്റ്റ് ഹാഫിലായിരുന്നു. പിന്നെ സെക്കൻഡ് ഹാഫിൽ അവിടെ റോഡിഗ്രോ പിൻവലിച്ച് അവിടെ ബ്രൈം ഡിയാസ് ഒക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ആവശ്യമില്ലാതെ ആ മിഡ്ഫീൽഡ് ഇന്നലെ എങ്കിലും വാൽവേർഡെ മിഡ്ഫീൽഡ് ഉണ്ടായിരുന്നു. വാൽവേർഡെ അതുപോലെ തന്നെ ബെല്ലിംഗാമും ചൗമേനിയാണ് മിഡ്ഫീൽഡ് ഉണ്ടായിരുന്നത്. പക്ഷെ ആ മിഡ്ഫീൽഡ് ഇന്നലെ മൊത്തത്തിൽ തകർന്നു പോയി. റൈമാന്റെ മുമ്പത്തെ സീസണുകൾ എടുത്തു നോക്കിയാണെങ്കിൽ ടോണി ക്രൂസ് അതുപോലെ തന്നെ മോഡ്രിച്ച് ഒക്കെ ഉള്ള സമയത്ത് എടുത്തു നോക്കിയാണെങ്കിൽ മിഡ്ഫീൽഡിൽ നിന്നൊക്കെ ഒരു വരുന്ന നല്ല പാസുകൾ സ്വീകരിക്കാൻ ആ സമയത്ത് ബെൻസിമ പോലത്തെ പ്ലേയേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. കാരണം ബെൻസിമ പോയതിനു ശേഷം ഒരു നല്ലൊരു സ്ട്രൈക്കർ റയൽമാഡ്രിഡിന്റെ ടീമിൽ ഇതുവരെയ്ക്കും കാണാൻ സാധിച്ചിട്ടില്ല. കാരണം ബെൻസിമ പോയതിന് ശേഷമുള്ള സെന്റർ ഫോർവേഡ് അഭാവം. പക്ഷെ എംബാപ്പയെ കൊണ്ട് അത് നികത്താൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എംബാപ്പയുടെ ഒരു നാച്ചുറൽ പൊസിഷൻ എന്ന് പറഞ്ഞാൽ വിനീഷ്യസ് കളിക്കുന്ന ആ പൊസിഷനാണ്. പക്ഷെ അപ്പം എംബാപ്പ സെന്റർ ഫോർവേഡായിട്ടുള്ള ആ ഒരു കളി ഇനിയിപ്പോൾ റയൽ മാഡ്രിഡിൽ അത് എത്രമാത്രം എഫക്റ്റ് ചെയ്യുമെന്ന് ഇനിയിപ്പോൾ വരും മത്സരങ്ങളിൽ നിന്ന് കാണേണ്ട. കാരണം ഇന്നലത്തെ ഒരു കളി വെച്ച് നോക്കുമ്പോൾ കോപ്പ ഡെൽ റേ ഇനിയിപ്പോൾ അതുപോലെ തന്നെ ലലീഗ മത്സരങ്ങളുമാണ് ഇനിയിപ്പം റയൽ മാഡ്രിഡിന് ഉള്ളത്. അപ്പൊ ഇന്നലത്തെ ആ ഒരു കളി വെച്ച് നോക്കുകയാണെങ്കിൽ
കഴിഞ്ഞ മുമ്പത്തെ കളി ഡിപ്പോർട്ടിയോ ആൽവാസുമായിട്ടുള്ള കളിയും ഇന്നലത്തെ കളിയും താരതമ്യം വെച്ച് ചെയ്യുകയാണെങ്കിൽ ഒരു മാറ്റവും റയൽമാൻ്റെ അടുക്കൽ നിന്ന് ഇന്നലത്തെ കളിയിൽ നിന്ന് കാണാൻ സാധിച്ചില്ല. കാരണം ഇതേപോലത്തെ ഒരു ടൈറ്റ് ഒരു ചാമ്പ്യൻ ലീഗിന്റെ ഒരു നോക്കൌട്ട് സ്റ്റേജ് മത്സരം, ഒരു റിട്ടേൺ തിരിച്ചു വരവ് നൽകേണ്ട ഒരു മത്സരത്തിൽ ഇതേപോലെ ഒരു പറയണമെങ്കിൽ അതിനേക്കാളും നല്ല വാക്കുകൾ പറയാനുണ്ട്. ഒരു വെറും മോശപ്പെട്ട കളിയാണ് ഇന്നലെ റയൽമാൻ്റെ അടുക്കൽ നിന്ന് കാണാൻ സാധിച്ചിരുന്നത്. അതിനെ കളിയിലോട്ട് നോക്കുകയാണെങ്കിൽ ഇന്നലെ റയൽമാൻ ആയിക്കൂടി സെക്കൻഡ് ഹാഫിലാണ് ഒരു ഒട്ടുമിക്ക റയൽമാൻ്റെ ഒരു മുന്നേറ്റങ്ങൾ വരുന്നതെന്ന് പറയാം. ഫസ്റ്റ് ഹാഫിൽ എടുത്തു പറയത്തക്കത്ത ഒരു മുന്നേറ്റം റയൽമാൻ്റെ അടുക്കുന്നത് കാണാൻ സാധിച്ചിരുന്നില്ല. ടോട്ടൽ നോക്കുകയാണെങ്കിൽ ഒരു 18 ഷോട്ടുകൾ റയൽമാഡ് അടിച്ചിട്ടുണ്ട്. അതിൽ 3 മാത്രമേ ഓൺ ടാർഗറ്റുകൾ. ഫസ്റ്റ് ഹാഫ് നോക്കുകയാണെങ്കിൽ 6 ഷോട്ടുകൾ, അതിൽ ഒരു ഓൺ ടാർഗറ്റ് ഷോട്ട് പോലും ഇതേപോലെ ഒരു നിർണായക മത്സരത്തിൽ റയൽമാഡിന്റെ ഇതേപോലെ ഒരു കളി എനിക്ക് തോന്നുന്നത് അവരുടെ ചാമ്പ്യൻ ലീഗ് മത്സരത്തിൽ ഒരു നോക്കൌട്ട് സ്റ്റൈലിലെ ഒരു ആദ്യത്തെ ഒരു മോശ കളിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇതേപോലത്തെ ഒരു വൃത്തിയായിട്ട കളി ഇതിനു മുമ്പ് റയൽമാഡിന്റെ ചാമ്പ്യൻ ലീഗ് മത്സരത്തിൽ കാണാൻ സാധിച്ചിട്ടില്ല. അങ്ങനെ നോക്കുകയാണെങ്കിൽ ആർസണൽ തന്നെയാണ് പൊതുവെ റൈസും അതുപോലെ തന്നെ പാർട്ടിയും ഒഡേഗാർഡ് മിഡ്ഫീൽഡും ഒരു രക്ഷയുമില്ലാതെ ഫസ്റ്റ് ലെഗിൽ എങ്ങനെയാണോ കളിച്ചിരുന്നത് അതുപോലെ ഒരു നിരാശയ്ക്ക് വകയില്ലാതെയാണ് അവർ കളിച്ചത്. കാരണം റയൽമാഡിന്റെ ഒരു കോട്ടയാണ്, ബെർണബു ആണ്, സെക്കൻഡ് ലെഗാണ് എന്നൊരു വിചാരം അവർക്കില്ല. അവർ സാധാരണ നോർമൽ ഫസ്റ്റ് ലെഗിൽ എങ്ങനെയാണ് കളിച്ചത് അതുപോലെ തന്നെ റയൽമാഡിന്റെ പ്ലേസിനെ ഔട്ട് പ്ലേഡ് ചെയ്ത് കളിച്ചിരുന്നു എന്ന് വേണം പറയാൻ. റൈസ് എനിക്ക് തോന്നുന്നു റൈസ് ഫസ്റ്റ് ലെഗിൽ 2 ഗോൾ അടിച്ചിരുന്നു. പക്ഷെ ഇന്നലത്തെ കളി ഗോൾ അടിച്ചില്ല എങ്കിലും അറ്റാക്കിലും മിഡ്ഫീൽഡിൽ അതുപോലെ തന്നെ ഡിഫൻസിൽ ഒരുപോലെ അദ്ദേഹത്തിന്റെ ആ ഒരു ഇൻവോൾവ്മെന്റ് ഇന്നത്തെ കളിയിൽ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒഡേഗാർഡ് ആയിരുന്നാലും പാർട്ടി ആയിരുന്നാലും ഒരു രക്ഷയില്ല. മിഡ്ഫീൽഡിൽ ബെല്ലിംഗ്ഹാമിനെയും വൽവേർഡേനെയും ചുമനെയും കടത്തി വെട്ടിക്കൊണ്ടുള്ള പ്രകടനമാണ് അവർ കാഴ്ചവെച്ചത്. അതിൽ തന്നെ മെറീനോയുടെ 2 അസിസ്റ്റ്. അദ്ദേഹം ഒരു നാച്ചുറൽ സ്ട്രൈക്കർ അല്ല, പക്ഷെ ഇപ്പം ആർസണലിന് വേണ്ടി സ്ട്രൈക്കറായിട്ട് മെറീനയാണ് കളിക്കുന്നത്. പക്ഷെ ഇന്നലെ ഫോൾസ് നൈൻ ആ ഒരു രീതിക്കാണ് മെറീന കളിച്ചിരിക്കുന്നത്. കാരണം അദ്ദേഹത്തിന്റെ വകയാണ് 2 അസിസ്റ്റ്. സക്കയ്ക്ക് ഒരു സെക്കൻഡ് ഹാഫിലാണ് ഒരു അസിസ്റ്റ് നൽകുന്നത്. അത് ബ്രില്യന്റ് ഫിനിഷിലൂടെ സക്ക ഗോളാക്കുന്നുണ്ട്. മറ്റൊരു അസിസ്റ്റ് അവസാനിക്കാൻ ഇഞ്ചുറി ടൈമിലെ 2ാമത്തെ മിനിറ്റിൽ ഒരു സൂപ്പർ അളർന്നു മുറിച്ചുള്ള ഒരു അസിസ്റ്റ് മാർട്ടിനിലേക്ക് നൽകുന്നുണ്ട്. മാർട്ടിന്റെ ഒരു സൂപ്പർ ഫിനിഷിലൂടെ അവിടെ ഫെർറാൻ ഗാർസിയ മാർട്ടിനിലേക്കാടി അല്പം കൂടെ സ്പ്രിന്റ് ചെയ്യാൻ, അല്പം കൂടെ ഓടാൻ നല്ല വൃത്തിയായിട്ട് കഴിവുള്ള ഒരു പ്ലെയറാണ്. പക്ഷെ ഒന്ന് അറ്റംപ്റ്റ് ചെയ്യുക പോലും അദ്ദേഹം ചെയ്യുന്നില്ല. അപ്പം ആ ഒരു സിനാരിയോയിൽ കർട്ടോവിനെ മറികടന്ന് മാർട്ടിനിലെ 2ാമത്തെ ഗോൾ നേടുന്നുണ്ടാവും. റയൽമാന്റെ ആശ്വാസ ഗോളും റയൽമാനെ ഡേവിഡ് റീനെ ഇന്നലത്തെ കളിയിൽ പരീക്ഷിച്ച ഒരു സമയം എന്ന് വെച്ചാൽ ഇന്നലെ ആ സലീബയുടെ ജഡ്ജ്മെന്റിൽ ഒരു അവിടെ വിനീഷ്യസിനെ കാണുന്നില്ല. മൊത്തത്തിലൊരു ഡിപ്രഷൻ ആയിട്ടുള്ള ഒരു മൂമെന്റ് വേണമെന്ന് വേണം പറയാം. കാരണം വിനീഷ്യസിനെ അദ്ദേഹം കാണുന്നില്ല. വിനീഷ്യസ് ആ ബാൾ തട്ടിയെടുക്കുന്നുണ്ട്. ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ അദ്ദേഹം ഫിനിഷ് ചെയ്യാൻ നോക്കുന്നത്. പക്ഷെ യാദൃച്ഛികമായി അതെങ്ങനെ പുറത്തു പോയാൽ അത് വിനീഷ്യസിന്റെ തലയിൽ തന്നെ വന്നു വീഴും. കാരണം അദ്ദേഹത്തിന് പാസ് ചെയ്യാം. ആരാണ് മികച്ചവനെന്ന് റയൽമാന്റെ ടീമിൽ എംബാപ്പേനാണോ ഉദ്ദേശിക്കുന്നത് എനിക്കറിയില്ല. പക്ഷെ എങ്കിലും റയൽമാനിൽ താനാണ് മികച്ചവനെന്ന് കാണിക്കുന്ന ഒരു രീതിക്കുള്ള ഒരു പെർഫോമൻസ് ആണ് എനിക്ക് തോന്നുന്നത് വിനീഷ്യസിന്റെ അടുക്കൽ നിന്ന് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ എംബാപ്പയ്ക്ക് ഇന്നലെ ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. കാരണം നല്ലൊരു പാസ് ഇപ്പൊ ക്രോസുകൾ വന്നാൽ എംബാപ്പയ്ക്ക് കൊണ്ട് അത് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം മിഡ്ഫീൽഡ് ഇന്നലെ റയൽമാന്റെ മിഡ്ഫീൽഡ് ഇന്നലെ മൊത്തത്തിൽ ഇല്ലായിരുന്നു. മിഡ്ഫീൽഡൊക്കെ കഴിഞ്ഞ ഫസ്റ്റ് ലെഗിലായിരുന്നാലും ഇന്നലത്തെ കളിയിലായിരുന്നാലും മിഡ്ഫീൽഡ് മൊത്തത്തിൽ ശോകമായിരുന്നു. ഡിഫൻസ് നോക്കുകയാണെങ്കിൽ ഇന്നലെ അസൻസിയോയുടെ വടംവലി മത്സരങ്ങൾ കാണാൻ സാധിച്ചിരുന്നു. മെറീനയൊക്കെ ഫൗൾ ചെയ്തതിന് ഫസ്റ്റ് ഹാഫിൽ ഒരു പെനാൽറ്റി കിട്ടുന്നുണ്ട്. പക്ഷെ ആ പെനാൽറ്റി സാക്കയെ കൊണ്ട് കൺവേർട്ട് ചെയ്യാൻ സാധിക്കുന്നില്ല. ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു സേവ് കൊർട്ടോ അവിടെ നടത്തുന്നുണ്ട്. കൊർട്ടോയുടെ 2-3 നല്ല സേവുകളുണ്ടായിരുന്നു. സെക്കൻഡ് ഹാഫിൽ നിന്നാലും ഒഡേഗാർഡിന്റെ 2-3 ഷോട്ടുകൾ അവിടെ കൊർട്ടോവ സേവ് ചെയ്യുന്നുണ്ട്. അതുപോലെ മാർട്ടിനേലി ഒരു ഷോട്ടുകൾ കൊർട്ടോവ സേവ് ചെയ്യുന്നുണ്ട്. അങ്ങനെ കൊർട്ടോയുടെ മികച്ച 2-3 സേവുകൾ ഇന്നലെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഡേവിഡ് റേയുടെ സൈഡ് നോക്കുകയാണെങ്കിൽ ഇന്നലെ റയൽമാന്റെ അടുക്കൽ നിന്ന് ഡേവിഡ് റേയെ പരീക്ഷിക്കാൻ തക്ക വിധത്തിലുള്ള ഒരു നല്ലൊരു ഷോട്ടുകളൊന്നും റയൽമാന്റെ അടുക്കൽ നിന്ന് കാണാൻ സാധിച്ചിരുന്നില്ല. ബെല്ലിംഗ്ഹാമൊക്കെ ഇന്നലെ മങ്ങിപ്പോയി. കാരണം ബെല്ലിംഗ്ഹാമിന്റെ കഴിഞ്ഞ കളിയിലായിരുന്നാലും ഈ കളിയിൽ ബെല്ലിംഗ്ഹാമിനെ കൊണ്ട് ഒന്ന് ഇൻവോൾവ്മെന്റ് ചെയ്യാൻ ആർസണലിനെതിരെ ഒന്ന് ഇൻവോൾവ്മെന്റ് ആവാൻ ബെല്ലിംഗ്ഹാം കൊണ്ട് സാധിച്ചിരുന്നത്. അതുപോലെ ചൗമേനയൊക്കെ മിഡ്ഫീൽഡിൽ വളരെ മോശമായിരുന്നു. അതുപോലെ തന്നെ ഡിഫൻസ് നോക്കുകയാണെങ്കിൽ അലാബ കഴിഞ്ഞ കളി കണ്ട പോലത്തെ ഒരു കളി തന്നെയാണ് അലാബ. കുറച്ച് ക്രോസുകൾ മാത്രമേ അലാബയെ കൊണ്ട് ചെയ്യാൻ സാധിക്കില്ല. പക്ഷെ സാക്കയെ പിടിച്ചു കെട്ടാൻ റയൽമാന്റെ പ്ലേസിനെ കൊണ്ട് സാധിച്ചിരുന്നില്ല. സാക്ക തന്നെയായിരുന്നു ഇന്നത്തെ ആർസണലിന്റെ ആ ഒരു വശത്തിൽ നിന്ന് നോക്കിയാൽ സാക്ക തന്നെയായിരുന്നു റയൽമാന്റെ ഒറ്റ ത്രെഡ്. കാരണം സാക്കയുടെ ആ സൈഡിൽ നിന്നാണ് ഒട്ടുമിക്ക അറ്റാക്കുകളും വന്നിരുന്നത്. സാക്കയും ഒഡേഗാർഡും ബെസ്റ്റ് സൂപ്പർ കോമ്പിനേഷൻ അവർ തമ്മിൽ.
ലൂയിസ് കെല്ലി പറയുകയാണെങ്കിൽ പിന്നെ ഒന്നും പറയില്ല. ചെറുക്കനെ ലാസ്റ്റ് റൂഡിഗർ ഫ്രസ്ട്രേഷൻ മൂലം ആ ചവിട്ടുന്ന ഒരു രംഗമൊക്കെ നമ്മൾ കണ്ടിരുന്നു. അത് വെറും ആവശ്യം, അതിനൊക്കെ ഒരു കാർഡ് കൊടുക്കാൻ പറ്റില്ല. കാരണം ഒരു മനഃപൂർവ്വമായിട്ടുള്ള ഒരു ചവിട്ട് പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കളി നോക്കുകയാണെങ്കിൽ. അപ്പൊ ഇങ്ങനെ റൂഡിഗറൊക്കെ ഇന്നലെ ലൂയിസ് കെല്ലിന്റെ പോക്കറ്റിലായിരുന്നു. അപ്പൊ അങ്ങനെ ചേഞ്ചസ് ഒക്കെ ഫസ്റ്റിലേ വരുത്താൻ എനിക്ക് തോന്നുന്നു വിനീഷ്യസ് തന്നെ ചേഞ്ച് ചെയ്യാമായിരുന്നു. അവിടെ വേറെ ആരെങ്കിലും അർദ്ധ ഗുളർക്ക് ഇറക്കാൻ അല്പം അർദ്ധ ഗുളർക്ക് നല്ല വൃത്തിയായിട്ട് കളിക്കുമായിരുന്നു. പിന്നെ ബ്രഹീം ഡിയാസിനൊക്കെ നേരത്തെ ഇറക്കാമെന്നൊക്കെ എനിക്ക് തോന്നിപ്പോയി. പക്ഷെ ഇന്നലത്തെ കളി നോക്കിയാണെങ്കിൽ റയൽ മാഡ്രിഡ് ഈ പക്ക അവർ യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ ഞാൻ കണ്ടിട്ടുള്ള റയൽ മാഡ്രിഡ് മത്സരത്തിൽ ഞാൻ കണ്ടിട്ടുള്ള മത്സരം നോക്കുകയാണെങ്കിൽ വെറും മോശപ്പെട്ട ഒരു നോക്കൌട്ട് സ്റ്റേജ് മത്സരമാണ് ഇന്നലെ റയൽ മാഡ്രിഡ് അടുക്കുന്നത് കാണാൻ സാധിച്ചത്. കാരണം ഡിസേർവ്ഡ് ആയിട്ടുള്ള ആർസണലിന്റെ വിൻ തന്നെയാണ് ഇരു പാദങ്ങളിലുമായിട്ട് റയൽ മാഡ്രിഡിനെതിരെ അവർ നേടിയിട്ടുള്ളത്. 4 പ്രാവശ്യമാണ് റയൽ മാഡ്രിഡിനെതിരെ ഇപ്പം ആർസണൽ ഏറ്റുമുട്ടുന്നത്. അതിൽ ഇപ്പം ഒരു കളി പോലും റയൽ മാഡ്രിഡിന് ആർസണലിനെതിരെ വിജയിക്കാൻ സാധിച്ചിട്ടില്ല. ഇപ്പം 3 കളി വിജയിക്കുകയും ഒരു കളി സമനിലയാവുകയാണ് ചെയ്തിട്ടുള്ളത്. ഇന്നലത്തെ ചാമ്പ്യൻസ് ലീഗ് നോക്കൌട്ട് മത്സരം നോക്കുകയാണെങ്കിൽ ഇപ്പം 2 പാദങ്ങളുമായി ആർസണലിന്റെ ഒരു സീസണിൽ ഒരു സൂപ്പർ വിജയമാണ് ഇന്നലെ ആർസണൽ നേടിയിട്ടുള്ളത്. അതിൽ തന്നെ റയൽ മാഡ്രിഡ് എടുത്തു പറയേണ്ട ഒരു കാര്യം ഇന്നലെ നടന്നിട്ടില്ല. എടുത്തു പറയേണ്ട ഒരു മൊമെന്റ് ആയിട്ട് വിനീഷ്യസിന്റെ പ്രസ് മാത്രമേ ആ ഒരു ഗോൾ വരുന്നുണ്ട്. അതിലൂടെ മാത്രമേ റയൽ മാഡ്രിഡിന് ഒരു നല്ലൊരായിട്ടുള്ള ഒരു എന്താ പറയാ ഒരു ഇൻസിഡന്റ് വന്നിട്ടുള്ളൂ. ബാക്കിയെല്ലാം നോക്കുകയാണെങ്കിൽ മൊത്തത്തിലെ ശോകം തന്നെയാണ്. പാസിംഗ് ആയിരുന്നാലും ആ റയൽ മാഡ്രിഡ് 2-3 സീസൺ മുമ്പുള്ള ടോണി ക്രൂസും അതുപോലെ തന്നെ മോഡ്രിച്ചും അവരൊക്കെ ആ ഉണ്ടായ സമയത്തുള്ള ആ പ്രൈം മൂവ്മെന്റുകളൊന്നും റയൽ മാഡ്രിഡ് അടുക്കൽ നിന്ന് കാണാൻ സാധിക്കുന്നില്ല ഇപ്പോഴത്തെ പ്ലേയേഴ്സിന്റെ അടുക്കൽ നിന്ന്. അതുപോലെ തന്നെ ഒരു സെന്റർ ഫോർവേഡിന്റെ ഒരു കുറവ് റയൽ മാഡ്രിഡിന്റെ ആ ഒരു ലൈനപ്പിൽ കാണുന്നുണ്ട്. എംബാപ്പയെ കൊണ്ട് കൂട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എംബാപ്പയുടെ നാച്ചുറൽ പൊസിഷൻ വിട്ടാണ് ഇപ്പോൾ എംബാപ്പ സെന്റർ ഫോർവേഡ് കളിക്കുന്നത്. അങ്ങനെ എന്തായാലും റയൽ മാഡ്രിഡ് അവരുടെ യുവേഫ ചാമ്പ്യൻസ് ലീഗ് നോക്കൌട്ട് മത്സരത്തിലെ ഏറ്റവും വമ്പൻ തോൽവിയാണ് ഇന്നലത്തെ കളിയിൽ നിന്ന് ഏറ്റുവാങ്ങിയിരിക്കുന്നത്. അങ്ങനെ ആർസണൽ ഗോ ത്രൂ ദ സെമി ഫൈനൽ. ആർസണലിലെ എതിരാളി PSG ആണ്. ഇപ്പൊ സെമി ഫൈനൽ ആർസണൽ ഏറ്റുമുട്ടാൻ പോകുന്ന ഒരു വമ്പ മത്സരമായിരിക്കും ആർസണലിൽ. അതുപോലെ തന്നെ മറ്റൊരു കളിയിൽ ഇന്റർ മിലാൻ ബയേൺ മ്യൂണിക്കിനെ 2-2 എന്ന സമനിലയിൽ കളിച്ച് 4-3 എന്ന അഗ്രഗേറ്റിൽ ഇന്റർ മിലാൻ സെമി ഫൈനൽ കടന്നിരിക്കുകയാണ്. അതിന്റെ അടുത്ത സെമി ഫൈനൽ എതിരാളി അത് ബാർസലോണയാണ്. ബാർസലോണയുമായിട്ടാണ് ഇന്റർ മിലാന്റെ സെമി ഫൈനൽ മത്സരം നടക്കാൻ പോകുന്നത്. ഇന്നലെ ഫസ്റ്റ് ഹാഫ് നോക്കുകയാണെങ്കിൽ കുറെ അറ്റംപ്റ്റുകൾ ഇരു ടീമുകൾ നടത്തുന്നുണ്ട്. പക്ഷെ അത് സെക്കൻഡ് ഹാഫിലാണ് ഗോളുകളൊക്കെ വരുന്നത്. സെക്കൻഡ് ഹാഫിൽ ഫസ്റ്റ് ആദ്യം ബയേൺ മ്യൂണിക്കാണ് ഇന്റർ മിലാനെതിരെ സ്കോർ ചെയ്യുന്നത്. എന്നിട്ട് അത് തിരിച്ച് മാർട്ടിനസ് ഒരു ഗോൾ അടിക്കുന്നുണ്ട്. അതിനുശേഷം പവാഡിന്റെ വക ഒരു കോർണറിൽ ഇന്റർ മിലാൻ രണ്ടാമത്തെ ഗോൾ അടിക്കുന്നത്. അങ്ങനെ 2-1 അഗ്രഗേറ്റിൽ പോകുമ്പോഴാണ് ഡെയറിന്റെ വക ഒരു കോർണർ കിക്കുന്ന ഒരു ഗോൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ 2-1 എന്ന സ്കോർ ലൈൻ പോകും. അവസാന നിമിഷം ബയേൺ മ്യൂണിക്കിന് ഒരുപാട് 2-3 ചാൻസ് ഗോളെന്ന് ഉറപ്പിച്ച് 2-3 ചാൻസുകൾ ഉണ്ടായിരുന്നു. അവിടെ ഒലീസയ്ക്കും സാനയ്ക്കും അതുപോലെ തന്നെ ഗ്നാബരിക്കും ഒരു മികച്ച ചാൻസുകൾ ഉണ്ടായിരുന്നു സമനില പിടിക്കാനുള്ള ചാൻസ്. പക്ഷെ അതൊന്നും ഇന്റർ മിലാന്റെ ഗോളി തടുകയാണ് ചെയ്തിരുന്നത്. അങ്ങനെ 2-2 എന്ന സ്കോർ ലൈനിൽ ഇരുവരും ഇന്നത്തെ രണ്ടാമത്തെ പാദ മത്സരത്തിൽ സ്കോർ ലൈനിൽ പിരിഞ്ഞിരുന്നു. അങ്ങനെ 4-3 എന്ന അഗ്രഗേറ്റിലാണ് ഇന്റർ മിലാൻ വിജയിച്ച് അടുത്ത സെമി ഫൈനൽ യുവേഫ ചാമ്പ്യൻസ് ലീഗിന്റെ സെമി ഫൈനൽ മത്സരത്തിൽ അവർ കടന്നിരിക്കുകയാണ്. അപ്പം മികച്ച സെമി ഫൈനൽ ടൈ ആണ് വന്നിട്ടുള്ളത്. ബാർസലോണയും ഇന്റർ മിലാൻ അതുപോലെ തന്നെ ആർസണലും PSG സെമി ഫൈനൽ മത്സരത്തിൽ ഏറ്റുമുട്ടാൻ പോകുന്നത്. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവരേക്കും നമസ്കാരം.